കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് VCAയിലെ VCS 040 സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്നുള്ള പേപ്പറിന്റെ TE പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള PVQA അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങളുടെ VCS 040 എന്നുള്ള പേപ്പറിന്റെ ഡെഫിനിറ്റീവ് റിവിഷൻ കമ്പാനിയൻ ആയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. സോ ഇതിൽ നിങ്ങളുടെ 8 ടേം ആൻഡ് എക്സാമിനേഷൻ പേർപ്പേഴ്സ് ആയിട്ടുള്ള ജൂൺ 2022 മുതൽ ഡിസംബർ 2025 വരെയുള്ള എക്സാം പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടും അതുപോലെ നിങ്ങളുടെ ഇഗ്നോ സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽസ് നമ്മൾ ക്രോസ് റെഫറൻസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ലേറ്റസ്റ്റ് അസൈൻമെന്റ്സും കൂടി അനാലിസിസ് ചെയ്തിട്ടുള്ള ഒരു അനലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഗൈഡ് നിങ്ങളുടെ എക്സാമിനേഴ്സ് ടെസ്റ്റ് എക്സാക്ട്ലി എങ്ങനെയായിരിക്കുമെന്നും അതുപോലെ എവിടെയാണ് നിങ്ങളുടെ മാർക്സ് എല്ലാം ഹൈഡ് ചെയ്തിരിക്കുമെന്ന് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അതിന്റെ കൂടെ തന്നെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നും ഹൈ ഈൽഡ് സിലബസ് മാപ്പിങ്ങും അതുപോലെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും അതിന്റെ കൂടെ 2 ഫുൾ പ്രഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. കൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും, അതുപോലെ എക്സാമിന് മുന്നായിട്ട് റിവൈസ് ചെയ്യുന്നവരും ഉണ്ടാവും. അങ്ങനെയുള്ളവരെയെല്ലാം ഈ ഒരു PYQയെ നിങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് പ്രിപ്പറേഷനിൽ ഭാഗമാവാൻ സഹായിക്കുന്നതായിരിക്കും. സോ കാമായിട്ടും ഫോക്കസ് ചെയ്തിട്ടും എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഹൗ ടു യൂസ് ദിസ് ടെക്. എക്സാമിന് കറന്റ് പ്രിപ്പറേഷൻ ലെവലിൽ ഇരിക്കുന്ന പല ലേണേഴ്സും ചൂസ് ചെയ്തിട്ടുള്ള പാത്ത് വേസ് ഡിഫറൻസ് ആയിരിക്കും അല്ലെ. സോ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനുള്ള ലേണേഴ്സ് ഉണ്ടായിരിക്കും. അവരാണ് പാർട്ട് 1 48 ഹവർ സ്പ്രിന്റ് യൂസ് ചെയ്യേണ്ടത്. അതായത് ലിമിറ്റഡ് ടൈം മാത്രം എക്സാമിനുള്ള ലേണേഴ്സ് ഉണ്ടായിരിക്കും. അവര് ഡയറക്ട്ലി സെക്ഷൻ 5 കൊടുത്തിട്ടുള്ള ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് വായിച്ചു നോക്കുക. അതിലുള്ള ക്വസ്റ്റ്യൻസ് ഫയർ ഐക്കൺ വെച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അതുപോലെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന എല്ലാ സെഷൻസിലെ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് പോവുക. നെക്സ്റ്റ് 2 വീക്ക് സ്ട്രാറ്റജി ഉള്ള ബാലൻസ്ഡ് പ്രിപ്പറേഷനിൽ നിൽക്കുന്ന ലേണേഴ്സ് ഉണ്ടാവും. അവർക്ക് 2 വീക്സ് മാത്രമായിരിക്കും സിസ്റ്റമാറ്റിക്കലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള ലേണേഴ്സ് ഹൈ ഈൽഡ് സിലബസ് മാപ്പ് ചെയ്തിട്ടുള്ള സെക്ഷൻ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ 3 സ്റ്റാർ കൊടുത്തിട്ടുള്ള യൂണിറ്റ്സുകളായ 1, 6, 7, 8, 9, 10 and 12 എന്നുള്ളതെല്ലാം കവർ ചെയ്തിട്ട് തന്നെ പഠിക്കാം. ആൻഡ് പാർട്ട് 3 ഫുൾ പ്രിപ്പറേഷനിൽ കോംപ്രിഹെൻസീവ് പ്ലാനിൽ നിൽക്കുന്ന ലേണേഴ്സ് ഉണ്ടാവും. അതായത് അഡ്വക്കേറ്റ് ടൈം വെച്ചിട്ട് ടോപ്പ് സ്കോർ എയിം ചെയ്യുന്ന ലേണേഴ്സ്. അങ്ങനെയുള്ളവര് SLMലെ എല്ലാ 14 യൂണിറ്റ്സും നിങ്ങൾ വായിച്ചു പോവുക. അതുപോലെ ഹൈ ഈൽഡ് മാപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ യൂണിറ്റ്സിന്റെയും അതിന്റെ പ്രയോറിറ്റൈസ് ഓർഡർ കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഇനി നമ്മൾ എക്സാം പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറുമാണ് പറയുന്നത്. 15 മാർക്കിന് ടോട്ടൽ വരുന്ന 2 ഹവേഴ്സിന്റെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ 9 to 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 5/10 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. സോ സെക്ഷൻ A നോക്കുമ്പോൾ 5 മാർക്സ് ആയിരിക്കും ഈച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. സോ അതിലെ ഏതെങ്കിലും 4 out of 5 to 6 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി സ്ട്രൈറ്റ് ഫോർവേഡ് ന്യൂമറിക്കലോ അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസോ ആയിരിക്കും. ഇനി സെക്ഷൻ B ക്യാരി ചെയ്യുന്നത് 10 മാർക്സ് ആണ് പെർ ക്വസ്റ്റ്യൻ വരുന്നത്. സോ 3 out of 4 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ലോങ്ങർ കമ്പ്യൂട്ടേഷൻസോ അല്ലാന്നുണ്ടെങ്കിൽ
തിയറി വിത്ത് വർക്ക്ഡ് എക്സാമ്പിൾസോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി കൈ സ്ക്വയർ ടെസ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ ഇൻഡിപെൻഡൻസിനെയും അതുപോലെ അനോവ പ്രോബ്ലംസ് അപ്പിയർ ചെയ്യുന്നത് സെക്ഷൻ ബിയിലും ആയിരിക്കും. ഇതിനെല്ലാം നിങ്ങൾക്ക് 10 മാർക്സ് ആണ് ഈച്ച് ആയിട്ട് വരുന്നത്. സോ ഒരു എക്സാം പേപ്പർ ബ്ലൂ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ 5 മാർക്സിന്റെ 40% ആയിട്ടാണ് കാണിക്കുന്നത് സെക്ഷൻ എയിലുള്ളത്. ഇനി സെക്ഷൻ ബി നോക്കുവാണെന്നുണ്ടെങ്കിൽ ലോങ് ആൻസർ 10 മാർക്സിനാണ് 60% ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഒരു എക്സാം പേപ്പറിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഹൈ ഈൽഡ് സിലബസ് മാപ്പ് ആണ്. അതായത് നിങ്ങളുടെ എക്സാം ഫ്രീക്വൻസി അനുസരിച്ച് യൂണിറ്റ് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത്. സോ അതിന്റെ ഒരു ടയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഹൈ ഈൽഡ് 3 സ്റ്റാർ വരുന്നത് എല്ലാ സെഷൻസിലും ഓൾമോസ്റ്റ് അപ്പിയർ ചെയ്യുന്ന ഏരിയാസ് ആണ്. ഇത് പാസ് മാർക്കിന് വളരെ ക്രിറ്റിക്കൽ ആണ്. ഇനി മീഡിയം ഈൽഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻലി അപ്പിയർ ചെയ്യുന്ന ടോപ്പിക്സുകളാണ്. അതുപോലെ സ്കോറിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോ ഈൽഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒക്കേഷണലി അപ്പിയർ ചെയ്യുന്നതാണ്, ബട്ട് കോംപ്രഹെൻസീവ് കവറേജിന് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ബ്ലോക്സ് യൂണിറ്റ്സും യൂണിറ്റ് ടൈറ്റിൽസും കൊടുത്തിട്ടുണ്ട്. അത് ഫ്രീക്വൻലി എത്രയ്ക്ക് തവണയാണ് അപ്പിയർ ചെയ്യുന്നതെന്നും അതിന് ടയേഴ്സ് എത്രയ്ക്കാണ് വരുന്നത് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് യൂണിറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 3 ടയർ വരുന്ന ഒരു യൂണിറ്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അതുപോലെ പ്രോബബിലിറ്റി കൺസെപ്റ്റ്സ് എന്നുള്ളത് 4 ടൈംസ് പ്രീക്വയർ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 2 ടയർ ആണ് വന്നിട്ടുള്ളത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്നുള്ളത് 5 ടൈംസ് ഫ്രീക്വൻലി വന്നിട്ടുണ്ട് ആൻഡ് ടയർ 2 സ്റ്റാർ ആണ്. ഇനി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് എന്നുള്ളത് 4 ടൈംസ് ആണ് ഫ്രീക്വൻലി വന്നിട്ടുള്ളത്. 2 ടൈംസ് ആണ്, 2 സ്റ്റാർസ് ആണ് അതിന് ടയർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ലോവർ ഇമ്പോർട്ടന്റ് വരുന്ന ഒരു യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 5 എസ്റ്റിമേഷൻ എന്നുള്ളത്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു യൂണിറ്റ് ആണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് എന്നുള്ള 7 ടൈംസ് ഫ്രീക്വൻസി ചോദിച്ചിട്ടുള്ള 3 സ്റ്റാർ വന്നിട്ടുള്ള ഒരു യൂണിറ്റ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു 3 യൂണിറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് സ്കൈ സ്ക്വയർ വിത്ത് കാറ്റഗോറിക്കൽ ഡാറ്റ ആൻഡ് അനാലിസിസ് ഓഫ് വേരിയൻസ് വൺ വേ ക്ലാസിഫിക്കേഷൻ ഓർ റിഗ്രഷൻ അനാലിസിസ് എന്നുള്ള 3 യൂണിറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ടൈം സീരീസ് അനാലിസിസ് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളത് 4 ടൈംസ് ഫ്രീക്വൻലി വന്നിട്ടുണ്ട് ആൻഡ് 2 സ്റ്റാർസ് ആണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്നുള്ള യൂണിറ്റ് 12 നമുക്ക് 3 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. 6 ടൈംസ് ആണ് ഫ്രീക്വൻലി വന്നിട്ടുള്ളത്. സോ ആൻഡ് ലോവർ ടയറിൽ വരുന്ന 2 യൂണിറ്റുകളാണ് യൂണിറ്റ് 13 ആൻഡ് യൂണിറ്റ് 14 സ്റ്റാറ്റിഫൈഡ് സാമ്പിളിംഗ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്നുള്ളത്. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ആണ്. ഹൈ ഈൽഡ് സിലബസ് മാപ്പിംഗ് കളർ കോഡ് വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ റെഡ് കളറിൽ, റെഡ് ഓർ ഡാർക്ക് ഓറഞ്ചിൽ കൊടുത്തിട്ടുള്ളത് ഹൈ ഈൽഡ് ഏരിയസ് ആണ്. ഏതൊക്കെയാണ്? SLM യൂണിറ്റ് 1, യൂണിറ്റ് 6, 7, 8, 9, 10 ആൻഡ് 12 എന്നുള്ളത്. നെക്സ്റ്റ് മീഡിയം ഈൽഡ് കൊടുത്തിട്ടുള്ള യെല്ലോ ഓർ ഗോൾഡ് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് 2 സ്റ്റാർ വരുന്ന യൂണിറ്റ് 2, 3, 4, 11 എന്നുള്ള യൂണിറ്റുകൾ. ഇനി ലോ ഈൽഡിൽ വരുന്ന യൂണിറ്റുകളാണ് യൂണിറ്റ് 5ഉം അതുപോലെ യൂണിറ്റ് 13 എന്നുള്ളത് കേട്ടോ. അപ്പൊ യൂണിറ്റിന്റെ പ്രിഫറൻസ് അനുസരിച്ച് തന്നെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ആണ്. ഇതിൽ ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് മീൻ, മീഡിയൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് 8 ടൈംസ് നമ്മളോട് എക്സാമിനേഷനിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ കൈ സ്കോർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ടൈം സീരീസ് ആൻഡ് മൂവിംഗ് ആവറേജസും റിഗ്രഷൻ ആൻഡ് കൊറലേഷൻ എന്നുള്ളതും നമുക്ക് 7 ടൈംസ് ഫ്രീക്വൻസി വന്നിട്ടുള്ള ഒരു എക്സാമിനേഷൻ ഏരിയയാണ്. ഓൾസോ വൺ വേ അനോവ എന്നുള്ളത് 6 ടൈംസും അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ടാണ് ഇവിടെ റാങ്ക് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് നമ്മുടെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലോട്ട് എൻ്റർ ചെയ്യാം. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ്. കാൽക്കുലേറ്റ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഡാറ്റ ആൻഡ് calculate the median from a grouped frequency distribution. In some sessions, missing frequencies are given and the median value is provided to find unknowns എന്നുള്ള ഒരു repeated question. Next, draw a histogram for given frequency distribution data. So,
ഹിസ്റ്റോഗ്രാം ഒക്കെ വരയ്ക്കുന്ന ടൈമിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്തിന്റെ കോളംസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തതിനു ശേഷം വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ്, കൺസ്ട്രക്ട് എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫ്രം റോ ഡാറ്റ ആൻഡ് കമ്പ്യൂട്ട് ദ മീൻ ഓർ ആവറേജ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിന്റെ എല്ലാം ആൻസേഴ്സ്, ബ്ലൂ പ്രിന്റ്സും അതുപോലെ സ്കോറിംഗ് ഫ്രെയിം വർക്ക്സ് എല്ലാം നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിലെ PYQA ബുക്ക്ലെറ്റ്സിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് ടൈം സീരീസ് അനാലിസിസ്. ഇതിലെ 4 ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ ടൈം സീരീസ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് 4 കമ്പോണൻസ്. ട്രെൻഡ്, സീസണൽ, സൈക്ലിക്കൽ ആൻഡ് ഇറഗുലർ എന്നുള്ള കമ്പോണൻസിനെ എല്ലാം ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, കമ്പ്യൂട്ട് മൂവിംഗ് ആവറേജസ് 3 ഇയർലി ഓർ 4 ക്വാർട്ടർലി എന്നുള്ളത് ഫ്രം ഗിവൺ ടൈം സീരീസ് ഡാറ്റ ആൻഡ് പ്ലോട്ട് ദ ട്രെൻഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, തേർഡ് വൺ, fit a linear trend line y equal to a plus bx to given time series data using method of least squares. And explain the concept of forecasting in statistics. Discuss any one forecasting model with an example. Example കൂടി ആഡ് ചെയ്യുക, അതിനും കൂടി മാർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ്, പ്രോബബിലിറ്റി കൺസെപ്റ്റ്സിൽ വന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബേസ് തിയറം യൂസ് ചെയ്തിട്ട് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ഇൻ റിയൽ വേൾഡ് സിനാരിയോ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, അഡിറ്റീവ് ലോ ഓഫ് പ്രോബബിലിറ്റി സ്റ്റേറ്റ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യൂണിയൻ ഓഫ് ഇവന്റ്സിന്റെ പ്രോബബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 person സോൾവ്സ് എ പ്രോബ്ലം ഓർ ഫൈൻഡ് പ്രോബബിലിറ്റി ഇൻവോൾവിംഗ് ഡ്രോയിങ് ബാൾസ് ഫ്രം ബോക്സസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ ഇതിന് ആൻസേഴ്സ് എല്ലാം PYQA ബുക്ക്ലെറ്റ്സ് റെഫർ ചെയ്ത് നോക്കുക. ആൻഡ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിൽ വന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. പെർഫോം എ ടെസ്റ്റ് ഫോർ ദ പോപ്പുലേഷൻ മീൻ ഗിവൺ എ സാമ്പിൾ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ സൈസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ലെവൽ എന്നുള്ളത് റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, പെർഫോം എ Z ടെസ്റ്റ് ഫോർ ദ പോപ്പുലേഷൻ മീൻ ഓർ ഫോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പ്രൊപ്പോർഷൻസ് ആൻഡ് compare parametric and non-parametric tests or differentiate between Z-test and T-test or describe the paired T-test എന്നുള്ള 3 ക്വസ്റ്റ്യൻസ്. സോ ഇതിന്റെ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവാം. നെക്സ്റ്റ്, അപ്ലിക്കേഷൻസ് ഓഫ് കൈ-സ്കോർ വിത്ത് കാറ്റഗറിക്കൽ ഡാറ്റ എന്നുള്ളതിൽ നിന്ന് വന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പെർഫോം എ കൈ-സ്ക്വയർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് യൂസിംഗ് എ contingency table. Okay, and next, perform a chi-square goodness of fit test to check whether observed frequencies match an expected distribution എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ chi-square ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അങ്ങനെയുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി റിഗ്രഷൻ അനാലിസിസ് എന്നുള്ള ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള 3 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. കേൾ പേഴ്സൺ കൊറലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അവിടെ സമ്മറി സ്റ്റാറ്റിക്സിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ റോ ഡാറ്റയിൽ നിന്ന്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ്, നമ്മളോട് ഗിവൺ ബൈവേരിയേറ്റ് ഡാറ്റ യൂസ് ചെയ്തിട്ട് Y/X ഒരു റിഗ്രഷൻ ലൈന് ഫൈൻഡ് ഔട്ട് ചെയ്ത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാർഷ്യലി ഡിസ്ട്രോയിഡ് റെക്കോർഡ്സിൽ നിന്നും X and Y മീൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കൊറലേഷൻ കോഎഫിഷ്യന്റും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് Y യൂസിങ് 2 റിഗ്രഷൻ ഇക്വേഷൻസും കൂടി കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്നുള്ള ടോപ്പിക്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കമ്പാരിസൺ SRS വിത്തൗട്ട് റിപ്ലേസ്മെന്റ് എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഗിവൺ ഡാറ്റയിൽ നിന്ന് ഒരു സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിൾ സെലക്ട് ചെയ്ത് സാമ്പിൾ മീൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എ സാമ്പിൾ സർവേ ഓവർ എ പോപ്പുലേഷൻ സെൻസസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് നിന്ന് വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. കൺസ്ട്രക്ട് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാമ്പിൾ മീൻ ഫോർ ഓൾ പോസിബിൾ സാമ്പിൾസ് ഓഫ് എ ഗിവൺ സൈസ് ഫ്രം എ സ്മാൾ പോപ്പുലേഷൻ എന്നുള്ളൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ മീൻ ഗിവൺ ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് സാമ്പിൾ സൈസ് എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യനും. നെക്സ്റ്റ്, അനാലിസിസ് ഓഫ് വേരിയൻസ്
വൺ വേ ക്ലാസിഫിക്കേഷൻ എന്നുള്ളതിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളോട് വൺ വേ അനോവ പെർഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു അനോവ ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് മീൻസ് ഈക്വൽ ആകുന്നത് എന്നുള്ള ടെസ്റ്റും കൂടി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളോട് വൺ വേ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് ഒരു അനോവ ടേബിൾ മോഡൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഈച്ച് കമ്പോണന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി ചോദിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ എല്ലാം ആൻസേഴ്സ് നമ്മുടെ PYQ ബുക്ക്ലെറ്റ്സിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ് ആണ്. 2 ഫുൾ മോക്ക് സെറ്റ്സ്, 2 ഫുൾ മോക്ക് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതില് ക്വസ്റ്റ്യൻസ് ഓൺലിയാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ലേൺവൈസ് ആപ്പിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും, അവൈലബിൾ ആണ്. സോ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട് 3 hours വെച്ചിട്ടാണ്. ഏതെങ്കിലും 5 അറ്റൻഡ് ചെയ്യുക. 20 മാർക്സ് ഈച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. സോ സെക്ഷൻ 1 കൊടുത്തിട്ടുള്ളത് ദ ഫോളോവിംഗ് ഡാറ്റ ഗിവ്സ് ദ വീക്ക്ലി വേജസ് ഓഫ് 13 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. ഒരു ഫാക്ടറിയിലുള്ള 30 വർക്കേഴ്സിന്റെ വീക്ക്ലി വേജസ് കൊടുത്തിട്ടുണ്ട്. സോ അതിന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ക്ലാസ് ഇന്റർവെൽസ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യുക. ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 5 മാർക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി സെക്ഷൻ എയില് ക്വസ്റ്റ്യൻ 2 കൊടുത്തിട്ടുള്ളതാണ്. ഒരു ബാഗിൽ 4 റെഡ് ബോൾസും 6 ബ്ലൂ ബോൾസും ഉണ്ട്. അതിൽ 2 ബോൾസ് ഡ്രോൺ ചെയ്തു അറ്റ് റാൻഡം വിത്തൗട്ട് റീപ്ലേസ്മെന്റില്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ബോത്ത് ബോൾസ് ആർ റെഡ് എന്നതിന്റെ പ്രോബബിലിറ്റിയും 1 ഈസ് റെഡ് ആൻഡ് 1 ഈസ് ബ്ലൂ ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ബോൾ ഈസ് റെഡ് എന്നുള്ളതിന്റെ പ്രോബബിലിറ്റിയും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 കൊടുത്തിട്ടുള്ളത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടില് അതിന്റെ സ്റ്റുഡൻസിന്റെ സ്കോർ ആവറേജ് 75 മാർക്സ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ദെൻ എ സാമ്പിൾ ഓഫ് 25 സ്റ്റുഡൻസ് 72 മാർക്സ് മീൻ വെച്ചിട്ട് കാണിച്ചു വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8 ആയിട്ട്. ദെൻ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ അവിടെ ടെസ്റ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, 2 ടൈൽഡ് ടെസ്റ്റ് വെച്ചിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4 നമ്മളോട് ടൈം സീരീസ് ഡിഫൈൻ ചെയ്യാനും അതിലെ 4 കമ്പോണൻസ് സ്യൂട്ടബിൾ എക്സാമ്പിൾ വെച്ചിട്ട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും അതിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിളും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 7 കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദെയർ പെർഫോമൻസ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മാത്തമാറ്റിക്സ് ഇൻഡിപെൻഡന്റ് ഓഫ് പെർഫോമൻസ് ഇൻ ഇംഗ്ലീഷ് അറ്റ് 5% സിഗ്നിഫിക്കൻസിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗിവൺ കൈസ്കോർ ക്രിട്ടിക്കൽ ഫോർ DFും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ 7 കൊടുത്തിട്ടുള്ളത് ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിലെ 3 പ്രൊഡക്ഷൻ മെത്തേഡ്സ് XYZ അതിന്റെ ഔട്ട്പുട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ഡെയിലി ഔട്ട്പുട്ട് 4 വർക്കേഴ്സിനാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. സോ മെത്തേഡ് എക്സ് എന്ന് പറയുന്നത് 45, 50, 48, 47 എന്നുള്ള രീതിയിൽ എക്സും വൈയും സെറ്റും മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ അനോവ 1 വേ പെർഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ 8 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോസ്റ്റും റവന്യൂവും 6 months ഓഫ് സ്റ്റാർട്ടപ്സിൽ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് എക്സും റവന്യൂ വൈയും കൊടുത്തിട്ടുണ്ട്. കൊറലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റിഗ്രഷൻ ലൈൻ ഓഫ് Y(x) ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 22,000 കോസ്റ്റ് വരുമ്പോൾ അതിന്റെ റവന്യൂ പ്രഡിക്റ്റ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മളോട് കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ ദ പോപ്പുലേഷൻ മീനിന്റെയും അതുപോലെ കൺട്രോൾ ചാർട്ട്സ് ഇൻ SQC ആൻഡ് സ്റ്റാർട്ടിഫൈഡ് റാൻഡം സാമ്പിളിങ് എന്നുള്ളതിൽ നിന്നെല്ലാം ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ പ്രാക്ടീസ് സെറ്റ് ബിയിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 3 hour വെച്ചിട്ട് തന്നെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ A 5 മാർക്കിനാണ് വരുന്നത്. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഓരോ വെബ് അപ്ലിക്കേഷന്റെ ഇൻ സെക്കൻഡ്സിലെ റെസ്പോൺസ് ടൈംസ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ ക്ലാസ്സസും ടൈംസും തന്നിട്ടുണ്ട്.
അതിന്റെ മീഡിയനും മോഡും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 നോക്കുമ്പോൾ റൈറ്റ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് ദ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സെർവർ ആവറേജ് ഓഫ് 3 റിക്വസ്റ്റ് പെർ സെക്കൻഡിൽ റിസീവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി 5 റിക്വസ്റ്റിന്റെ റിസീവ് ചെയ്യുന്ന പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അറ്റ്മോസ്റ്റ് 2 റിക്വസ്റ്റ് ഇൻ എ ഗിവൺ സെക്കൻഡ് അതിന്റെ പ്രോബബിലിറ്റിയും കൂടി കാണാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു റാൻഡം സാമ്പിൾ സൈസ് 64 ആയിട്ട് ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ ആണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സാമ്പിൾ മീൻ എന്നുള്ളത് 18 ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് 16 ആണ്. ദെൻ 99% കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ പോപ്പുലേഷൻ മീനിലുള്ള മീൻ കൺസ്ട്രക്ട് ചെയ്യാനാണ് തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4ലോട്ട് പോകുമ്പോൾ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ തന്നിട്ടുള്ളത് സാമ്പിൾസ് ഓഫ് സൈസ് 2 ആണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഫ്രം പോപ്പുലേഷൻ 10, 20, 30, 40 എന്ന് തന്നിട്ടുണ്ട്. ദെൻ നമ്മളോട് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽസ് ദ പോപ്പുലേഷൻ മീൻ ആണെന്ന് വെരിഫൈ ചെയ്യാനാണ് 4 ക്വസ്റ്റ്യനിൽ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 നോക്കുമ്പോൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ പി ചാർട്ട് ആൻഡ് സി ചാർട്ട് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ആണ്. വെൻ വുഡ് യു യൂസ് ഈച്ച് എന്നുള്ളൊരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6 ആണ്, 10 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ. 20 പെയർസ് ഓഫ് ഒബ്സർവേഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട്. സോ അതിൽ സം എക്സ് ഈക്വൽ ടു 20 ആൻഡ് സം വൈ ഈക്വൽ ടു -10, സം എക്സ് വൈ ഈക്വൽ ടു 16, സം എക്സ് സ്ക്വയർ ഈക്വൽ ടു 18 ആൻഡ് സം വൈ സ്ക്വയർ ഈക്വൽ ടു 120 തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കൊറലേഷൻ കോഎഫിഷ്യന്റിനെയും അതുപോലെ ബോത്ത് റിഗ്രഷൻ ഇക്വേഷൻസും കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7ൽ 10 മാർക്സിന് ചോദിച്ചിട്ടുള്ളത് ക്വാർട്ടർലി പ്രൊഡക്ഷൻ ഓഫ് എ കമ്പനി ഫോർ 3 years 2022 ആൻഡ് 2023 ആൻഡ് 2024 കൊടുത്തിട്ടുണ്ട്. സോ 4 ക്വാർട്ടർലി സെന്റേർഡ് മൂവിംഗ് ആവറേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. കമന്റ് ഓൺ ദ ട്രെൻഡ് എന്നും കൂടി ക്വസ്റ്റ്യൻ 7ൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8ൽ 10 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു റിസർച്ചറിന് ടെസ്റ്റ് ചെയ്യണം 3 ടീച്ചിങ് മെത്തേഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ആവറേജ് ടെസ്റ്റ് സ്കോഴ്സ് ആണ്. സോ അവിടെയുള്ള സ്കോഴ്സ് മെത്തേഡ് 1, മെത്തേഡ് 2, മെത്തേഡ് 3 കൊടുത്തിട്ടുണ്ട്. ഒരു 1 വേ അനോവ അറ്റ് 5% സിഗ്നിഫിക്കൻസ് ആണ് പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 400 കൺസ്യൂമേഴ്സ് ഇൻ എ സർവേ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഫോർ 3 ബ്രാൻഡ്സ് അക്രോസ് 2 cities ഈസ് റെക്കോർഡഡ് ആസ് സിറ്റി എ ആൻഡ് സിറ്റി ബി ആൻഡ് സിറ്റി എയും സിറ്റി ബിയും കൊടുത്തിട്ടുണ്ട്. ദെൻ അവിടെ ബ്രാൻഡ് റെഫറൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സിറ്റി അറ്റ് 5% ലെവൽ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇതിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ആൻസേഴ്സ് എല്ലാം ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എക്സാമിന്റെ ആൻസേഴ്സ് എഴുതുന്നതിന്റെ ഹൈ ലെവൽ ഫ്രെയിം വർക്ക്സ് സ്ട്രക്ചേർഡ് ആയിട്ട് എക്സാം എഴുതേണ്ട എങ്ങനെയാണെന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഒരു 20 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ എയിം ചെയ്യേണ്ടത് 500 to 600 വേർഡ്സ് ആണ്. സോ ഫസ്റ്റ് ഒരു ആൻസർ എഴുതുമ്പോൾ അതിന്റെ ഇൻട്രോ 2 to 3 സെന്റൻസിലാണ് എഴുതേണ്ടത്. സോ അതിന്റെ കീ കൺസെപ്റ്റ് അവിടെ ഡിഫൈൻ ചെയ്യുക, എന്തുകൊണ്ടാണ് ഈ മാറ്റർ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ആൻസറിന്റെ സ്കോപ്പും കൂടി സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ബോഡി പാർട്ടിലോട്ട് വരുമ്പോൾ 4 to 6 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിലാണ് വരേണ്ടത്. അതായത് ഓരോ പോയിന്റ്സും അതിന്റെ ബ്രീഫ് എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിൽ ടോപ്പിക് സെന്റൻസസ് യൂസ് ചെയ്യുക. അതുപോലെ SLMൽ നിന്നോ റിയലിസ്റ്റിക് സിനോറിയോസിൽ നിന്നോ ഉള്ള എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് കൺക്ലൂഷൻ വരുമ്പോൾ 2 to 3 സെന്റൻസിൽ നിങ്ങളുടെ സിഗ്നിഫിക്കൻസ് റീഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ മോഡേൺ റെലവൻസ് ഓർ ഇംപ്ലിക്കേഷൻസ് എല്ലാം സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ആൻസർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആവുമ്പോൾ നമ്മുടെ തിയറി ക്ലിയർലി ആയിട്ട് എന്തിനാണ് ആരാണ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. കോർ കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതുപോലെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഫോർ മാനേജേഴ്സ് ഡിസ്കസ് ചെയ്യുക. ലിമിറ്റേഷൻസ് അഡ്രസ് ചെയ്യുക. മോഡേൺ പ്രാക്ടീസോ റിലേറ്റഡ് തിയറീസോ കണക്ട് ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക.
ഡിസ്കസ് എന്ന് പറഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ബാലൻസ്ഡ് അനാലിസിസ് ആണ് കൊടുക്കേണ്ടത്. അവിടെ മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ്സ് പ്രസന്റ് ചെയ്യുക, പ്രോസ് ഓർ കോൺസ് ഓർ ട്രേഡ് ഓഫ്സ് എല്ലാം കൊടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു വരുന്ന ക്വസ്റ്റ്യനിൽ അതിന് ഡെപ്ത് ആൻഡ് ക്ലാരിറ്റി നോക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കമ്പോണൻസിലേക്ക് ബ്രേക്ക് ചെയ്തതിനു ശേഷം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളത് ഇന്റർ കണക്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് എക്സാമിന്റെ ടൈം മാനേജ്മെന്റ് ആണ് കാണിച്ചിട്ടുള്ളത്. 5 മിനിറ്റ് കൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും കെയർഫുള്ളി വായിക്കുക. അതിനുശേഷം അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള എക്സാംസ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ പോവുക. ഓരോ ആൻസേഴ്സും 30 മിനിറ്റ്സ് ടൈം എടുത്തിട്ട് എഴുതുക. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം ബോഡി പാർട്ട്, അതിനുശേഷം കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ഓരോ ആൻസേഴ്സിന്റെയും ശേഷം 6 മിനിറ്റ് 6 മിനിറ്റ് വെച്ചിട്ട് ഓരോ ആൻസേഴ്സും നമ്മൾ റിവ്യൂ ചെയ്യുക. അതിന്റെ ക്ലാരിറ്റി, അതുപോലെ മിസ്സിംഗ് വേർഡ്സ്, കറക്ഷൻസ് ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേണ്ടത്. ഇനി ലാസ്റ്റ് 15 മിനിറ്റ്സ് നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സും ഫൈനൽ റിവ്യൂ ചെയ്യാനുള്ള ഒരു ടൈമാണ്. സോ സ്മോൾ കറക്ഷൻസ് മാത്രം ചെയ്യുക, റീറൈറ്റ് ചെയ്യാതിരിക്കുക. അറിയാലോ, ക്വാണ്ടിറ്റി അല്ല പ്രധാനം, ക്വാളിറ്റി തന്നെയാണ്. സോ നിങ്ങളുടെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫുൾ സ്റ്റെപ്പ് ബൈ മോഡൽ ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ കംപ്ലീറ്റ് PYQA ബുക്ക്ലെറ്റ് വിത്ത് ഓൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും അവൈലബിൾ ആണ്. നിങ്ങളുടെ ആൻസർ പ്രസന്റേഷനും എക്സാം സ്ട്രാറ്റജിക്കും വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും കൂടി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ആക്സസ് കിട്ടും. എങ്ങനെയാണ്? ലേൺവൈസിലോട്ട് എൻറോൾ ചെയ്യുന്നത് വഴി. സോ ലേൺവൈസ് ആപ്പ് അൺലോക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി അവൈലബിൾ ആണ്. ആൻഡ് കംപ്ലീറ്റ് PYQA ബുക്ക്ലെറ്റ് വിത്ത് ഡീറ്റെയിൽഡ് ആൻസർ ബ്ലൂ പ്രിന്റ്സ് ഫോർ എവരി ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. അതുപോലെ എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സ് ക്യൂറേറ്റഡ് ഫ്രം ലേറ്റസ്റ്റ് സെഷൻസും അവൈലബിൾ ആണ്. സ്ട്രക്ചേഴ്സ്, ഗൈഡൻസ് ഓൺ ആൻസർ പ്രസന്റേഷൻ ആൻഡ് സ്കോറിംഗ്സ് കിട്ടും. അതുപോലെ എക്സാമിന് മുന്നിലുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നിങ്ങളുടെ മെന്ററുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ ലേൺവൈസ് അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോ സിസ്റ്റത്തിലോട്ടുള്ള ആക്സസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ലേൺവൈസിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ഓർ വാട്സ്ആപ്പ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ നെക്സ്റ്റ് ഉള്ള എല്ലാ പ്ലാനിനും പ്രിപ്പറേഷനും ലേൺവൈസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ TE. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.